സഹോദരങ്ങളെ, ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഉസ്താദിന് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ആ ഖാറൂനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിന്റെ അന്ത്യം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണിച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന്റെ ആർഭാടത്തിന് വേണ്ടി പൈസകൾ വാരിക്കോരി ചെലവഴിക്കുമ്പോ, മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ മഹല്ലിന്റെ നേതൃത്വം വിവാഹ ധൂർത്തിനെതിരെ ഒരു നിലപാടെടുക്കുമ്പോ അതിനോട് ധിക്കാര മനോഭാവം കൊണ്ട് ഞാൻ എന്തും നടത്തും, എന്ത് കാണിക്കും, അവരെന്താ എന്നെ ചെയ്യുന്നത് എന്ന് കാണട്ടെ എന്ന അഹന്തയോടെ വിവാഹത്തിനെതിരെ ആർഭാടത്തിന് ഒരുങ്ങുന്നവരെ ഖാറൂനിന്റെ അന്ത്യം നിന്റെ മുന്നിൽ പടച്ച റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൂമിയെ നെടുകെ പിളർത്തിക്കൊണ്ട് ഖാറൂനിനെ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് അവന്റെ കൊട്ടാരത്തെ അടക്കം പടച്ച റബ്ബ് താഴ്ത്തിക്കളഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പണം കൊണ്ട് റബ്ബിനെ വെല്ലുവിളിക്കാൻ ഒരുങ്ങല്ലേ മുസ്ലിമേ. പണം കൊണ്ട് പടച്ച റബ്ബിനെ വെല്ലുവിളിക്കാൻ ഒരുങ്ങിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ വലുതാണെന്ന് മറന്നു പോകണ്ട. അള്ളാഹുവിന്റെ കോപം വലുതാണെന്ന് മറന്നു പോകണ്ട. നിന്റെ സമ്പത്ത് നീ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയതല്ല, നീ വെട്ടിപ്പിടിച്ചതല്ല, പടച്ച റബ്ബ് നിനക്ക് നൽകിയതാണെന്ന് നീ മറക്കണ്ട. അതുകൊണ്ട് തന്നെ അതിൽ പാവപ്പെട്ടവന്റെ അവകാശമുണ്ട്. ആ അവകാശത്തെ പിടിച്ചു വെച്ചുകൊണ്ട് നീ അഹങ്കാരിയായാൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിക്ക് മുന്നിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ നാളെ റബ്ബ് നിന്റെ റൂഹിനെ പിടിക്കാൻ ഓർഡർ കൊടുക്കുമ്പോ നിന്റെ തൊണ്ടക്കുടിയിലേക്ക് അസ്രായീൽ വരുമ്പോ നീ അസ്രായീലിനോട് പറയും, ഒരു സെക്കൻഡ് എനിക്കൊന്ന് തരുമോ, ഒരു നിമിഷം എനിക്കൊന്ന് തരുമോ, ഞാൻ എന്റെ സമ്പാദ്യങ്ങളൊക്കെ യതീംഖാനയ്ക്ക് കൊടുക്കട്ടെ, ഞാൻ എന്റെ സമ്പാദ്യങ്ങളൊക്കെ പാവപ്പെട്ടവന് കൊടുക്കട്ടെ, ഞാൻ എന്റെ സമ്പാദ്യങ്ങളൊക്കെ പള്ളിക്ക് വേണ്ടി കൊടുക്കട്ടെ എന്ന് വിലപിക്കുമ്പോ അസ്രായീൽ പറയുന്ന വാക്കെന്താ? ഒരു നിമിഷം പോലും, ഒരു ശ്വാസോച്ഛ്വാസം പോലും എടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലടാ എന്ന് അസ്രായീൽ പിടിക്കുമ്പോ അസ്രായീൽ നിന്നോട് പറയുന്നൊരവസ്ഥ വരാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം കൊണ്ട് റബ്ബിനോട് കളിക്കാൻ നിൽക്കല്ലേ, പണം കൊണ്ട് അഹന്ത നടിക്കല്ലേ. പടച്ച റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ വലിയ ശിക്ഷ അതിനു വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവന് അതിനെ സഹായിക്കാൻ വേണ്ടി ഒരുങ്ങിയാലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു, സബ്ബത്തല്ലാഹു ഖദമൈഹി യൗമ തസിൽ അഖ്ദാം. പാദങ്ങളെല്ലാം ഇടറിപ്പോകുന്ന നാളത്തെ മഹ്ശറ വൻസഭയില് പാദങ്ങളെല്ലാം കിടന്ന് കിടുകിടാ വിറക്കപ്പെടുന്ന മഹ്ശറയില് നീ ഇന്നൊരു പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയാൽ, ഒരു അനാഥ കുട്ടിക്ക് നീ ഒരു ജീവിത സൗഭാഗ്യം ഉണ്ടാക്കി കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, അള്ളാഹു അവന്റെ 2 പാദങ്ങൾക്ക് അള്ളാഹു ബലം നൽകുന്നതാ. ഏത് സമയത്ത്? യൗമ തസില്ലുൽ അഖ്ദാം, അന്ത്യദിനത്തിൽ എല്ലാവരുടെയും പാദങ്ങൾ വിറകൊള്ളുമ്പോ പടച്ച റബ്ബ് അവന്റെ പാദങ്ങൾക്ക് ബലം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് പറ്റിയ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ചെറുപ്പക്കാര് ഇറങ്ങിത്തിരിച്ച ആ പ്രവർത്തനം ഒരു യതീമായ കുട്ടിക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിൽ സഹായിക്കണമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നവരുമായി മാറണം. വാക്കുകൊണ്ട് സഹായിക്കാമല്ലോ, സമ്പത്ത് കൊണ്ട് സഹായിക്കാം, ആരോഗ്യം കൊണ്ട് സഹായിക്കാം. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പാവപ്പെട്ട ഒരു അനാഥ കുട്ടിക്ക് ഒരു ജീവിത സൗഭാഗ്യത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രേരണ ചെലുത്തുന്നവരായി മാറണം. അല്ലാതെ അതിന് കൊടുക്കണ്ടടാ എന്ന അവഗണന മനോഭാവമാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ പറഞ്ഞ ദീനിനെ കളവാക്കിയവൻ, ദീനിനെ നിഷേധിച്ചവൻ അവനാണെന്ന ആ ഗണത്തിൽ പെട്ടുപോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെറുപ്പക്കാരുടെ മഹത്തായ ഈ ലക്ഷ്യത്തെ അള്ളാഹു വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഈ 2 ദിവസത്തെ ഈ വിജ്ഞാന വേദിയിലൂടെ ആ അനാഥ കുട്ടിക്ക് ഒരു കുടുംബ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ, അതിനുവേണ്ട ചെലവുകളെല്ലാം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു അതിനുള്ള കാരുണ്യം, അതിനുള്ള ബറക്കത്ത് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ബഹുമാന്യനായ കബീർ ഉസ്താദ് അവർകളെ ആദരപൂർവ്വം വിവാഹധൂർത്തി എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ആഖിറു ദഅവാതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് الذي نزل الفرقان على عبده ليكون للعالمين نذيرا.
وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم تنكح المرأة لأربع لمالها ولنسبها ولجمالها ولدينها فاظفر بذات الدين تربت يداك. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. أزكى الصلاة مع السلام تعطرت تغشى شفيع المذنبين تكثرت أمة وآلا والصحاب فبشرت فأخذ كمسكنه ترب الخيشوما. صلوا عليه وسلموا تسليما وعليك حبي
يا رسول الله وعليك حبي يا رسول الله وعليك حبني يا رسول الله من عند العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. ഇത്ര നേരം എൻ്റെ നെഞ്ചത്തടിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. നമുക്ക് അവനോന് നൊന്തപ്പോഴുള്ള വിഷമം കണ്ട സൈഡിലോട്ട് തിരിച്ചു വെച്ചു. ഓക്കെ. സമാധാനനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ, എൻ്റെ ബഹുമാന്യനായ സുഹൃത്തു കൂടിയായ തളിപ്പറമ്പ് ഹൈവേ ജുമാ മസ്ജിദിന്റെ ഖത്തീബുമായ ബഹുമാന്യനായ NH നജീബ് ബാക്കവി പെരുമ്പാവൂർ, സ്വാഗത പ്രഭാഷണം നടത്തിയ ഇസ്ലാമിക് കൾച്ചറൽ ഫോറത്തിന്റെ പ്രസിഡന്റ് ജനാബ് ഷെരീഫ് മണ്ണൻ, ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ഉമ്മർ നദ്വി തോട്ടിക്കൽ, ബഹുമാന്യനായ പണ്ഡിതൻ മുഹമ്മദ് ഫൈലി, ഈ സദസ്സിന്റെ നന്ദി പ്രകാശനം നടത്തേണ്ട പുതിയങ്ങാടി ഇസ്ലാമിക് കൾച്ചറൽ ഫോറത്തിന്റെ സെക്രട്ടറി ജനാബ് MT ഇസ്മയിൽ, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമൊഴികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വെടിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്‌ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാരും എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതത്തിലെ സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി പുതിയങ്ങാടി ഇസ്ലാമിക് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ നാട്ടിലെ സുമനസ്സുകളായ ഒരു വിഭാഗം യുവാക്കളുടെ ഒരു കൂട്ടായ്മയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന ദ്വിദിന മതപ്രഭാഷണ പരമ്പരയുടെ പ്രഥമ ദിനമാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വൈകിയ വേളയിൽ സംഘാടകർ സൂചിപ്പിച്ചതുപോലെ വിവാഹ ധൂർത്ത് എന്ന ഒരു വിഷയത്തിന്റെ കീഴിൽ, ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുക, കണ്ണൂർ ജില്ലയിൽ അങ്ങനെ സാധാരണ വളരെ കൂടുതൽ സദസ്സുകളൊന്നും ഞാൻ പ്രഭാഷണം നടത്തിയിട്ടില്ല.
എൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഭാഷണ വിഷയങ്ങൾ ലോകാവസാനം ഒരു വെളിപ്പാടകലെ, ലോകാവസാനം പറയാൻ ബാക്കി വെച്ചത്, മരണം, പരലോകം, ഖുർആനും പ്രപഞ്ചവും, ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഞാൻ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ വിഷയങ്ങളൊന്നും ഞാൻ കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് 4ാമത്തെ സദസ്സം കണ്ടാണ് ഇന്നത്തെ സദസ്സ്. പക്ഷെ ഇവിടെ ഞാൻ പ്രഭാഷണത്തിന് വരുമ്പോൾ സംഘാടകരോട് ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ സംഘാടകരും എന്നോട് ആദ്യം ചോദിക്കുക, ലോകാവസാനം ഒന്നുകൂടി പറയാമോ എന്ന്. ഈ സംഘാടകരെ ആവശ്യപ്പെട്ടിട്ടില്ല, മരണവും പരലോകവും അവർ പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടില്ല. ഏത് വിഷയം പറയണമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന വിഷയം വിവാഹ ധൂർത്ത് എന്നതാണ്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുക അത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതലാണ് എന്നതാണ്. ആ ഒരു വിഷയത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുരാചാരം കൂടുതലാണ് എന്ന്. അല്ലെങ്കിൽ ഈ നാട്ടുകാർ പരലോകം പറയാനാണ് പറയുക. കാരണം പരലോകം കേട്ടാൽ ആർക്കും ഒരു മുടക്കവുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ പിന്നീട് നിസ്കരിച്ചാൽ മതി, ഇല്ലെങ്കിൽ അതേപടി പോയി കിടന്നുറങ്ങിയാൽ മതി. വിവാഹ ധൂർത്ത് എന്നൊരു വിഷയം സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലങ്ങളായി തുടർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന, നാളെ മുതൽ ചിലപ്പോൾ അതിൽ നിന്ന് മാറി നടക്കാൻ നിർബന്ധിതരാകുന്ന, കേൾക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളോടുകൂടി, തീരുമാനത്തോടുകൂടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിത് ആദ്യം സൂചിപ്പിച്ചത്, ഈ ധൂർത്ത് ഇവിടെ കൂടുതലാണ് എന്നതാണ് ഈ വിഷയത്തിന്റെ ശീർഷകം തന്നെ നമ്മോട് സൂചിപ്പിക്കുക. യഥാർത്ഥത്തിൽ വിവാഹ ധൂർത്ത് എന്നത് കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമുള്ള ഒരു പൈതൃകമല്ല. നമ്മുടെ കേരളത്തിൽ മുസ്ലിമീങ്ങളല്ല, സഹോദര സമുദായങ്ങൾ അധിവസിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും വിവാഹം എന്നത് ഒരു ആർഭാടമായി, വിവാഹച്ചന്തയിൽ മാത്സര്യബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുക എന്നത് സമുദായത്തിന്റെ മേൽവിലാസത്തിൽ ഒരു മനുഷ്യന്റെ സാമ്പത്തിക മേൽവിലാസം എന്തെന്നറിയണമെങ്കിൽ അവന്റെ മകളുടെയും മകന്റെയും വിവാഹം എങ്ങനെയാണ് നടന്നത് എന്ന് ചിന്തിച്ചാൽ മതി എന്ന ഒരു മാനദണ്ഡത്തിലേക്ക്, ഒരു മാപിനിയിലേക്ക് നമ്മുടെ ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക മാനദണ്ഡ അളവുകോല് തന്നെ മാറി നിൽക്കുമ്പോ യഥാർത്ഥത്തിൽ വിവാഹ ധൂർത്ത് എന്നത് കേരളത്തെ മുഴുവനും വ്യാപിച്ച ഒരു വലിയ മഹാ ക്യാൻസറാണ്. അത് കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ മാത്രം ഒരു ധൂർത്തല്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ വിവാഹ ധൂർത്ത് എങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നത്. എവിടെയാണ് വിവാഹം ധൂർത്താണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരുവിധ രണ്ടഭിപ്രായം ആർക്കുമില്ല. പക്ഷേ എവിടെ നിന്നാണ് ഈ വിവാഹത്തിൽ ഇത്രയേറെ വലിയ അനാചാരങ്ങൾ കടന്നുകൂടിയത്? എവിടെ നിന്നാണ് നാം ഇതിനെ കടമെടുത്തത്? എങ്ങനെയാണ് വിവാഹ ധൂർത്ത് കടന്നു വരാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു വിവാഹ ആലോചന, ഞാൻ എന്റെ പതിവ് ശൈലിയിൽ നിന്ന് വിട്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ആ വിഷയത്തിലേക്ക് മാത്രം ഞാൻ കടന്നു പോവുകയാണ്. വേറെ ഒരു ആമുഖങ്ങളും പറയുന്നില്ല. വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ അകത്തോട്ട് കയറിയിരുന്നാൽ വെളിയിൽ ഗതാഗത ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് വെളിയിൽ നിൽക്കുന്നവർ അകത്തോട്ട് കയറി നിൽക്കുക. 2 മണിക്കൂറെ ഞാൻ സംസാരിക്കും. 2 മണിക്കൂറിനപ്പുറം എന്റെ വിഷയം തീർന്നാലും ഇല്ലെങ്കിലും, പണ്ടാരോ പറഞ്ഞ പോലെ മരിച്ചാലും മരിച്ചില്ലെങ്കിലും അസർ നടക്കും എന്ന് പറഞ്ഞ മാതിരി, വിഷയം തീർന്നാലും ഇല്ലെങ്കിലും 2 മണിക്കൂറിന് വകത് അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് 24 കിലോമീറ്റർ അപ്പുറയാണ് ഈ നാടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. രണ്ടാമത് സുൽത്താൻ പാലം കണ്ടതോടുകൂടി ഏതാണ്ട് ഈ രാഗത്തിന്റെ അവസ്ഥയും മനസ്സിലായി. ഒരു നാടിനൊരു അടയാളം ഉണ്ടാവുമല്ലോ. സുൽത്താൻ പാലം പുതിയങ്ങാടിയുടെ ഒരു അടയാളമാണ് മാടായി പഞ്ചായത്തിന്റെ. അപ്പോ ഇത്രയും ദൂരത്ത് യാത്ര ചെയ്തു വന്നിട്ട് ഒരു ആമുഖം പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക്, ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കുക. ഒരു ആമുഖം ഇതിന് തീർത്ത് ആവശ്യമില്ലതാണ്. പരലോകം പറയണമെങ്കിൽ ദുനിയാവിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടേ പരലോകം പറയാൻ പറ്റൂ.
വിവാഹം പറയണമെങ്കിൽ അതിന് മുമ്പ് ഒന്നും പറയേണ്ടതില്ല. ഈ ദൂർത്ത് എങ്ങനെ കടന്നു വന്നു എന്ന് മാത്രം ഒന്ന് ചിന്തിച്ച് നാം ഒരു മുസ്ലിമായി ജീവിക്കണോ, അതല്ല നമ്മുടെ ജീവിതത്തിന്റെ സത്യപ്രതിജ്ഞ നിറവേറ്റണോ എന്ന ഒരൊറ്റ കാര്യത്തെ നമ്മൾ ചിന്തിച്ചാൽ മതി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാർ ഉറക്കെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദൂർത്തിന്റെ പരിണിത ഫലങ്ങളൊക്കെ എൻ്റെ ബഹുമാനനായ സുഹൃത്ത് നജീബ് വാക്കവി വളരെ സവിസ്തരമായി പറഞ്ഞു കഴിഞ്ഞു. നല്ല സുന്ദരമായ ശബ്ദത്തിൽ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. എൻ്റെയൊക്കെ സൗണ്ട് ഈ പറഞ്ഞു കുറച്ചൊക്കെ തഴമ്പിച്ചു. അള്ളാഹു നമുക്ക് നല്ലത് പറയാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എവിടെ നിന്നാണ് ഇത് കടന്നു വന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആ ഖുർആൻ വളരെ വ്യവസ്ഥാപിതമായി നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം. അള്ളാഹു ഒരു മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പറയുമ്പോൾ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ അവന്റെ അവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിവാഹത്തെ കുറിച്ച്. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? ഹുവ, അല്ലാഹു ആരെന്നറിയുമോ? അവൻ ആരാണെന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? പടച്ച തമ്പുരാന് ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവനും രണ്ടക്ഷരം കൊണ്ട് ലോകത്ത് പടച്ചു നിർത്തുകയും ഈ ലോകത്ത് മുഴുവനും ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ രാപകലുകൾ വ്യതിയാനങ്ങളില്ലാതെ ഈ ഭൂമിക്ക് തള്ളലില്ലാതെ തട്ടലില്ലാതെ ഈ പ്രപഞ്ചത്തെ നിയതമായ ഒരു നിയമവ്യവസ്ഥതയിലൂടെ ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ തന്റെ തദ്ബീർ കൊണ്ട് പരിപാലിച്ചു പോകുന്ന അല്ലാഹു ആരെന്ന് നിങ്ങൾക്കറിയുമോ? അവൻ ആകാശത്തെ മാറി സൃഷ്ടിച്ചവനല്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെ ഏതാണ്ട് 10 ലക്ഷത്തോളം ഭൂമിയെ ഒരുമിച്ചിട്ട് അമ്മാനമാടാൻ പറ്റുന്നത്രയും വിശാലതയുള്ള ഈ സൂര്യനെ മാത്രം പടച്ചവനല്ല, ഈ ഭൂമിയെ മാത്രം പടച്ചവനല്ല, ഈ കാണുന്ന അലമുറിയാത്ത അലമാലകളെയും ഈ കാണുന്ന കടലുകളെയും പടച്ചവൻ മാത്രമല്ല, ഈ താരാപഥങ്ങള്, ഈ നെബൂലകള്, ഈ ഗാലക്സികള്, ഈ വിണ്ണിത്തോടുന്ന ആയിരക്കണക്കിന് കോടാനുകോടി താരകങ്ങള്, അത് മാത്രം പടച്ചവനല്ല നിന്റെ തമ്പുരാൻ. അവൻ ആരെന്നറിയുമോ? അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അല്ലാഹു പറയുകയാണ്, മാനവാ 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 മാനവാ, ഒരേ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിന്നെ പടച്ചത് ഞാനാണടാ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിനക്ക് സൃഷ്ടിപ്പ് തുടങ്ങിയവൻ ഞാനാണ്. എന്തിനെന്നറിയുമോ? അല്ലാഹു തുടങ്ങുകയാണ്, സഹോദരങ്ങളെ, എന്തിനാണ് പെട്ടെന്ന് ഞാനിത് പറഞ്ഞു പോകുന്നത്? ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ അവന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ അല്ലാഹു പറയുകയാണ്, അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരു ആണിൽ നിന്ന്, ഒരാണിന്റെ മുതയിൽ നിന്ന് ഒരു പ്രാവശ്യം ശ്രവിക്കപ്പെടുന്ന 20 കോടി മുതൽ 40 കോടിയോളം വരുന്ന ബീജത്തുള്ളികളിൽ നിന്ന് ഒരേ ഒരു ബീജത്തുള്ളിയെ 8 സെന്റിമീറ്റർ നീളമുള്ള 10 സെന്റിമീറ്റർ വ്യാസമുള്ള നിന്റെ മാതാവിന്റെ അണ്ഡാശയത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് 40 കോടിയോളം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരേ ഒരു ബീജത്തെ മാത്രം തിരഞ്ഞെടുത്ത് അത് ഈ സ്ത്രീയുടെ അണ്ഡാശയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റിവിട്ട് അവസാനം അതിന് രൂപപരിണാമം നൽകി അതിനെ അലക്കയായി നുത്ഫയായി രൂപപരിണാമങ്ങൾ നടത്തി അവസാനം ഒരു മനുഷ്യ ജന്മമായി ഭൂമിയിലേക്ക് നിന്നെ പിറത്തുവിട്ടപ്പോ അല്ലാഹു പറയുകയാണ്, നിന്റെ ജീവിതം തുടങ്ങുകയല്ലയോ? ആ ജീവിതത്തിന്റെ പ്രയാണങ്ങൾ കടന്നു പോകുമ്പോ നീ പ്രായപൂർത്തിയായി കഴിയുമ്പോ പക്വതയും പാകതയും നിനക്ക് എത്തിക്കഴിയുമ്പോ അല്ലാഹു പറയുകയാണ്, വജഅല മിൻഹാ സൗജഹാ, നീ
ജീവിച്ചാൽ പോരാ, നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല, ഇനി ഒറ്റയ്ക്ക് നീ നടന്നു പോകേണ്ടവനല്ല. പൊന്നുമോനെ പൊന്നുമോളെ നിന്റെ ശരീരത്തിൽ നിന്ന് നിനക്ക് ഞാൻ ഉടനെ തിരഞ്ഞു പിടിച്ച് നൽകുകയാണ്. നീ ഒരു ആണാണെങ്കിൽ ഒരു പെണ്ണ് വേണം, ഒരു പെണ്ണാണോ നിനക്കൊരു പുരുഷന്റെ തുണ വേണം. നിന്റെ വിവാഹ പ്രായത്തിന് നീ എത്തിയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എത്ര സുന്ദരമായിട്ടാ ഖുർആൻ പറയുക. മോനെ, അള്ളാഹു നിനക്ക് ജന്മം നൽകി, ആകാശത്തെ പടച്ചതുപോലെ ഭൂമിയെ പടച്ചതുപോലെ എല്ലാത്തിനെയും പടച്ചതുപോലെ. യഥാർത്ഥത്തിൽ ആകാശത്തെ പടയ്ക്കാൻ അള്ളാഹുവിന് പദാർത്ഥമൊന്നും വേണ്ടില്ല. ഇത് അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകുൻ. കുൻ എന്ന് പറഞ്ഞാൽ ആകാശമായി ഭൂമിയായി. ബൈബിൾ പറഞ്ഞതുപോലെ ആദിയിൽ ഭൂമിയുണ്ടായി, അതിന് മേൽ ദൈവം പിന്നീട് വിശ്രമിച്ചു. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന് വിശ്രമമില്ല. ആകാശത്തിന്റെ സൃഷ്ടിക്ക് ശേഷം ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ഇടയിൽ ദൈവം വിശ്രമിച്ചു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ കാണാം ബൈബിളിൽ. പക്ഷെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന് വിശ്രമമില്ല. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന. ഈ ഏഴാകാശത്തെയും ഏഴ് ഭൂമിയെയും ഗഗനത്തെയും ഭുവനത്തെയും ആകാശത്തെയും ഭൂമിയെയും ഈ കാണുന്ന സർവ്വചരാചരങ്ങളെയും അല്ലാഹു 6 ദിവസം കൊണ്ട് ഈ സൃഷ്ടിപ്പിനെ പൂർത്തിയാക്കിയ തമ്പുരാൻ ആകാശത്തെ പടച്ചതുപോലെയല്ല മനുഷ്യനെ പടച്ചത്, ഭൂമിയെ പടച്ചതുപോലെയല്ല മാനവ നിന്നെ പടച്ചത്. അള്ളാഹു നക്ഷത്രങ്ങളെ പടച്ചതുപോലെയല്ല മനുഷ്യ നിന്നെ പടച്ചത്. അള്ളാഹു നിന്നെ പടച്ചത് ഒരു ആണിനെയും പെണ്ണിനെയും തമ്മിൽ സംയോജിപ്പിച്ചിട്ടാണ്. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. നീ എവിടെ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്? നിന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന്. പിന്നീട് അവിടുത്തെ ജീവപരിണാമത്തിന്റെ രൂപപ്രക്രിയയിലൂടെ കടന്നു വന്ന് അവസാനം അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക്. ഖുർആന്റെ ഭ്രൂണശാസ്ത്രം വല്ലാത്ത ശാസ്ത്രമാണ്. നാളെ കോഴിക്കോട് അണ്ടിക്കോട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറ, ബർമുഡ ട്രയാങ്കിൾ അടക്കം പസഫിക്കിലെ രഹസ്യങ്ങളടക്കം ഖുർആന്റെ കവാടം തുറക്കുന്ന കാര്യം ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളാളും വരണ്ട. നാളെ നൗഷാദ് ബാക്കി ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളാരും വരണ്ട, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു എന്ന് കരുതണ്ട. പക്ഷെ വിഷയം ഇതാണ്. ബർമുഡ ട്രയാങ്കിൾ അമേരിക്കയുടെ മിയാമി വിമാനത്താവളത്തിൽ നിന്ന് 700 കിലോമീറ്ററേ ബർമുഡ ട്രയാങ്കിളിലേക്കുള്ളൂ. ഇന്നേ വരെ ഒരു ടെലസ്കോപ്പ് പോലും അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടില്ല. 20 വിമാനങ്ങൾ മുകളിലൂടെ പറന്നുപോയി, ഒരെണ്ണത്തിന്റെ പോലും തുരുമ്പ് കിട്ടിയിട്ടില്ല. 4 കപ്പലുകൾ 300-ലധികം യാത്രക്കാരുമായി പോയി, ഒരൊറ്റ കുട്ടി പോലും തിരിച്ചു വന്നിട്ടില്ല. ഖുർആൻ എന്ത് പറയുന്നു? ഇൻഷാ അല്ലാഹ് നാളെ കോഴിക്കോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വളരെ സുന്ദരമായി. ഈ ആളുകൾക്ക് ഇനി ഇരിക്കാൻ കസേരയില്ല, ഇത് അവിടെ നിൽക്കാതെ ഇങ്ങോട്ടോ നല്ല വിശാലമായ മണലാണ്. അപ്പുറത്ത് എന്താ ഒരു ആരവം കേൾക്കണം, ഒരു ഇരമ്പല്. കടല ട്രെയിനാണ്. നിന്നെ സൃഷ്ടിച്ച് അവസാനം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത്. ആണും പെണ്ണും തമ്മിലുള്ള ആ ബന്ധം ഖുർആൻ പറയുന്നു, നീ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് വന്നു, നിനക്ക് പ്രായപൂർത്തിയായി. വജഅല മിൻഹാ സൗജഹാ. ഇവിടെ നിന്നാണ് വിവാഹത്തിന്റെ സങ്കല്പം ഖുർആൻ പറയുക. അള്ളാഹു നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിനക്കൊരു ഇണയെയും അള്ളാഹു തീരുമാനിച്ചു തന്നു. എല്ലാവരും ഒന്ന് ഇരിക്കണം, എന്നാലേ സംസാരിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാവും സംസാരിക്കാൻ പറ്റും. ഇല്ലാത്തവർ മണലിരുന്നോട്ടെ, നല്ല സുന്ദരമായ മണലല്ലേ. ഇവരെയൊക്കെ കസേര ഇരുത്താൻ വേണ്ടി ശ്രമിച്ച സംഘാടകർ നഷ്ടത്തിലാവും. അവിടെ തന്നെ ഇങ്ങോട്ട് ഇരിക്കാൻ നല്ല സൗകര്യം ഉണ്ടല്ലോ. ശരി, ഇങ്ങോട്ട് നോക്കും, വിഷയങ്ങളല്ല ഇങ്ങോട്ട് പോകും. പിന്നീട് അള്ളാഹു പറയുന്നു, നിന്നിൽ നിന്ന് തന്നെ അള്ളാഹു നിനക്ക് വിവാഹത്തിന് വേണ്ടി ഒരു ഇണയെയും അള്ളാഹു തെരഞ്ഞെടുത്തു തന്നു. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇവിടെയാണ് നമ്മുടെ വിഷയം. എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? എന്തിനാ? 20-25 വയസ്സായാൽ ഒരു ആണിന് ഒരു പെണ്ണിന് തുണയായി വേണം. അവൻ തന്നെ ജീവിച്ചാൽ പറ്റില്ല. 18 വയസ്സായാൽ ശബ്ദം ഉണ്ടാക്കല്ലേ, അവരൊക്കെ നല്ല അനുസരണയുള്ളവരാണ് എന്നാണ് എൻ്റെ തെറ്റിദ്ധാരണ. അപ്പോൾ എല്ലാവരും അവിടെ സന്തോഷത്തോടെ ഇരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകണം. അപ്പോൾ വിവാഹപ്രായം പെണ്ണിനാണെങ്കിൽ ഒരു 18 വയസ്സെത്തിയാൽ, ഇവിടെയൊക്കെ എത്ര വയസ്സിലാണ് സാധാരണ വിവാഹം? 14, 16. നമ്മുടെ ആ ഭാഗത്തോട്ടൊക്കെ ഒരു 18, ഇവിടെയൊക്കെ 16. വെറുതെ അല്ല പ്രശ്നം. അപ്പോൾ 16 വർഷമാകുമ്പം വീട്ടിലൊരു അറയൊക്കെ ഉണ്ടാക്കി
കണ്ണൂരുകാർ ഇതേവരെ മദ്രസയിൽ 1-ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അറ ഇറ ഉറ പറ. അപ്പൊ അറയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഒരു പുതിയാപ്പിള വരണ കാലമാകുമ്പോ എന്തിനാ ഇങ്ങനെ ഒരു വിവാഹ ധൂർത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയുക, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ നെൽക്കതിരിന്റെ കതിരിലാണ് വളം വെക്കുക, അതുകൊണ്ട് കാര്യമില്ല. ചുവട്ടിലാണ് വളമിടേണ്ടത്. ആദ്യം ഖുർആൻ അള്ള പറയുകയാണ്, വിവാഹം അള്ളാഹു തീരുമാനിച്ചതാണ്. സ്വർഗത്തിൽ മുതലേ വിവാഹമുണ്ട്. എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കുക? 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി കൂടെ വേണം, അല്ലെങ്കിൽ 16 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പിന്നീട് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കണം. വിവാഹത്തിന്റെ വിവക്ഷ എന്താണ്? എന്താ കല്യാണം കഴിക്കുക? മക്കളുണ്ടാവാൻ. അതിനിപ്പോ അത് കഴിക്കണമെന്ന് തന്നെ ഉണ്ടാ. എന്താ നോക്കവൻ 4-ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല. എന്തിനാണ്? ഇവിടെയാണ് പ്രശ്നം. ഞാനിത് ചോദിച്ചും പറഞ്ഞു നോക്കി നിൽക്കുന്നത്. നമ്മൾ തമ്മിലൊരു പരിചയമില്ല. ഇപ്പൊ പെട്ടെന്ന് പരിചയമാവും. സദസ്സ് ഞാനും തമ്മിലുള്ള ഒരു അകലം ഇല്ലാതാവും. അതായി ചോദിച്ചും പറഞ്ഞു നോക്കി നിൽക്കുക. ഉറക്കവും ഇല്ലാതാവും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ജനപ്പെരുപ്പത്തിനല്ല. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മോനെ, നിന്റെ ജീവിതത്തിൽ ഒരു ഇണ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് ലിയസ്കുന ഇലൈഹാ, നിന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാവാനാണ്. നിന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാവാനാണ്. അള്ളാഹു പറയുകയാണ്, നിന്റെ ജീവിതത്തിന് സമാധാനമുണ്ടാവാനാണ്. ഒരു ഭാര്യ നിന്റെ ജീവിതത്തിൽ എന്തിനാ? ഒരു ഭർത്താവ് നിന്റെ ജീവിതത്തിൽ എന്തിനാ? ആകുലതകളും വ്യാകുലതകളും വേപതുകളും വിഹ്വലതകളും വിഭ്രാന്തികളും നിന്റെ വ്യതകളും നിന്റെ വ്ലതകളും നിന്റെ ദുഃഖവും നിന്റെ പ്രയാസവും നിന്റെ കണ്ണുനീരും നിന്റെ സങ്കടവും എല്ലാം ഇറക്കി വെക്കാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അത്താണി ഉണ്ടാവാൻ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനാണ് അള്ളാഹു നിന്നോട് വിവാഹം ചെയ്യാൻ പറഞ്ഞതെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ലിയസ്കുന ഇലൈഹാ, ലിയസ്കുന ഇലൈഹാ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ലിയസ്കുന ഇലൈഹാ, ജനപ്പെരുപ്പത്തിൽ